സ്വാഗതം. ഒരു നൂറ്റാണ്ടിലധികം നീണ്ട ഒരു ജീവിതത്തെ സ്മരിക്കുകയാണ് നമ്മൾ. സാക്ഷാൽ വി.എസ്. അച്യുതാനന്ദന് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ ഈ രീതിയിൽ മാറ്റിത്തീർക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു ജീവിതം. നമ്മുടെയൊക്കെ ജീവിത കാലയളവിൽ ഒരുപക്ഷെ നമ്മൾ കണ്ടതിൽ വച്ച് ഏറ്റവും ഉയർന്ന വ്യക്തിത്വങ്ങളിൽ, ഉയർന്ന നേതാക്കളിൽ ഒരാൾ. അദ്ദേഹമാണ് ഇന്നലെ നമ്മളോട് വിട പറഞ്ഞ് പോയത്. ഭരണാധികാരി എന്നുള്ള നിലയിൽ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ, സാമൂഹിക ജീവിതത്തിൽ ഇടപെട്ട വ്യക്തിത്വം എന്നുള്ള നിലയിൽ, അങ്ങനെ പല നിലകളിൽ നമ്മളെ സ്വാധീനിച്ച ഒരു വ്യക്തി എന്ന് നിസ്സംശയം നമുക്ക് പറയാം. അദ്ദേഹത്തെ ഓർക്കുകയാണ് നമ്മൾ. നമുക്കിപ്പോൾ ഉള്ളത് MP ബഷീറാണ്. ബഷീർ വി.എസ്. അച്യുതാനന്ദൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടം വളരെ സൂക്ഷ്മമായി അടുത്ത് നിന്ന് നിരീക്ഷിച്ച ഒരാളാണ്. വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ കുറച്ചൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാനും. ബഷീർ, ആദ്യം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വി.എസ്. അച്യുതാനന്ദൻ്റെ പാർലമെൻ്ററി രാഷ്ട്രീയത്തെക്കുറിച്ച്. അതിൽ 3 തവണ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു, 1 തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായി. മന്ത്രിസഭയിലെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന 5 വർഷം മാത്രമാണ്. അതിന് മുമ്പോ പിമ്പോ അദ്ദേഹം മന്ത്രിസഭയിൽ അംഗമായിട്ടില്ല. അതേസമയം 5 വട്ടം അദ്ദേഹം നിയമസഭാംഗമായിരുന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും ഒരു പരിധിവരെ അദ്ദേഹം പ്രതിപക്ഷ സ്വരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തെ ഡിഫൈൻ ചെയ്യുന്ന ആൾ എന്ന നിലയിലായിരിക്കുമോ വി.എസ്. അച്യുതാനന്ദൻ്റെ പാർലമെൻ്ററി പാർട്ടി അല്ലെങ്കിൽ പാർലമെൻ്ററി ജീവിതം രേഖപ്പെടുത്തപ്പെടുക? തീർച്ചയായിട്ടും 2 ഐഡൻറ്റിറ്റി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. മുഖ്യമന്ത്രി എന്ന നിലയിലൊന്നും, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മറ്റൊന്നുമുള്ളൊരു അങ്ങനെയുള്ളൊരു ഐഡൻറ്റിറ്റി യഥാർത്ഥത്തിൽ വി.എസിനില്ല. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ പോലും പ്രതിപക്ഷ നേതാവിൻ്റെ കുപ്പായത്തിലാണ് അദ്ദേഹം ഇരുന്നത്. അതിന് അന്നത്തെ രാഷ്ട്രീയ പാർട്ടി CPIM-നകത്തെ രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ ഒരു കാരണമായിട്ടുണ്ടാകാം. എങ്കിൽ പോലും വി.എസിൻ്റെ തന്നെ പൊതുവായ ഒരു ഉള്ളിലെ തോന്നൽ പ്രതിപക്ഷ നേതാവിൻ്റെ ധർമ്മമാണ് താൻ ചെയ്യുന്നത് എന്ന മട്ടിലായിരുന്നു. അതോടൊപ്പം തന്നെ വി.എസ്. പ്രത്യേകിച്ചും 2001 കാലഘട്ടം മുതലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ആ റോളിൽ നിന്ന് മറ്റ് പാർട്ടികൾക്ക് പോലും, ഇപ്പോൾ പ്രതിപക്ഷ UDF-ൻ്റെ പക്ഷത്ത് നിന്ന് പോലും ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിന് അവരുടെ ഉദാഹരണമല്ല, വി.എസിൻ്റെ ഉദാഹരണമാണ് അവർക്കുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്നപ്പോൾ യഥാർത്ഥത്തിൽ വി.എസ്. അദ്ദേഹത്തിൻ്റെ പെർമനൻ്റായ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം നിലനിർത്തുകയും സ്വന്തം പാർട്ടിയെ അപ്പുറത്ത് അധികാര കേന്ദ്രമായി വി.എസ്. കാണുകയും ചെയ്തു. ആ അധികാര കേന്ദ്രത്തോടുള്ള യുദ്ധമാണ് യഥാർത്ഥത്തിൽ വി.എസിൻ്റെ 5 വർഷത്തെ മുഖ്യമന്ത്രി കാലത്ത് പ്രധാനമായും സംഭവിച്ചത്. ഒരു സൈഡിൽ വി.എസ്. EMS മന്ത്രിസഭയുടെ 50-ാം വർഷത്തിൽ, കേരളപ്പിറവിയുടെ 50-ാം വർഷത്തിൽ വന്ന ഒരു സർക്കാരിന് ചെയ്യാൻ ആയി കണക്കാക്കി ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പ്രഭാത് പട്നായിക്കിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് സാമ്പത്തിക രംഗത്ത് വലിയ തോതിലുള്ള പരിവർത്തനങ്ങൾ ആ സർക്കാർ ആവിഷ്കരിച്ചിരുന്നു. ഉൾപ്പെടെ പുതിയ വേർഷൻ ഉൾപ്പെടെ ആവിഷ്കരിച്ചിരുന്നു. മൂന്നാർ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിനെ സാധാരണഗതിയിൽ ഇടതുപക്ഷ സർക്കാരുകൾ ഇത് ചെയ്യുന്നത് പാർട്ടിയും സർക്കാരും ചേർന്ന് ഒരു ലൈസണിങ് നടത്തി ഒരു സംയുക്തമായ ഒരു ബോഡി പോലും അതിനുണ്ടാകും. അതാണ് പ്ലാൻ ചെയ്ത് നടപ്പാക്കുക. വി.എസിൻ്റെ കാലത്തും പാർട്ടിക്ക് അകത്ത് അതുണ്ടായിരുന്നു. പക്ഷേ പാർട്ടിയും വി.എസും തമ്മിലുള്ള നിരന്തരമായ കോൺഫ്ലിക്റ്റ് കാരണം വി.എസിന് അനുവദിച്ച് കിട്ടിയത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോളാണ്. അതിപ്പോൾ മന്ത്രിമാരുടെ തെരഞ്ഞെടുപ്പിൽ പോലും മുഖ്യമന്ത്രിക്ക് കാര്യമായ പങ്കുണ്ടായിരുന്നില്ല. സാധാരണ ആഭ്യന്തര മന്ത്രി സ്ഥാനം എടുത്തു മാറ്റിക്കൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ചിറകരിഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ആ കസേരയിൽ ഇരുത്തിയത്. മുഖ്യമന്ത്രിയായി വി.എസ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഒരു വാർത്താ സമ്മേളനം പോലും പാർട്ടി യഥാർത്ഥത്തിൽ നടത്തിയിട്ടില്ല. വി.എസ്. ആയിരിക്കണമോ മുഖ്യമന്ത്രി എന്ന കാര്യത്തിലും തർക്കമുണ്ടായിരുന്നു. പാലടി മുഹമ്മദ് കുട്ടി, അന്നത്തെ വി.എസ്. 2006 ജയിച്ച് വന്നപ്പോഴുള്ള പിറ്റെന്നുള്ള ദേശാഭിമാനിയുടെ 1-ാം പേജിൽ പാലടി മുഹമ്മദ് കുട്ടി വിജയിച്ചതിൻ്റെ ചിത്രമായിരുന്നു. അന്നത്തെ പാർട്ടിയുടെ പൊട്ടൻഷ്യൽ CM കാൻഡിഡേറ്റ് യഥാർത്ഥത്തിൽ പാലൊളിയായിരുന്നു. പിന്നീട് വന്ന തീരുമാനങ്ങളിൽ ആണ് വി.എസ്. ആയി തീർന്നത്. വി.എസ്. ആണ് ക്യാമ്പയിൻ ലീഡറെങ്കിലും മുഖ്യമന്ത്രിയായി പാലൊളി എന്നൊരു പരിഗണന ഉണ്ടായിരുന്നു. അപ്പോൾ വി.എസിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനം ഡൽഹിയിലെടുക്കുകയും ഇവിടെ വന്നത് പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷം ഒറ്റ വരിയിലുള്ള ഒരു വാർത്താക്കുറിപ്പാണ് വന്നത്. മുഖ്യമന്ത്രി സംസ്ഥാന നിയമസഭാ കക്ഷി നേതാവായി
പിന്നെ വി എസ് അച്യുതാനന്ദനെ തിരഞ്ഞെടുക്കും, അദ്ദേഹമാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരു പാരഗ്രാഫിൽ, ഒരു കഷ്ടിച്ചൊരു ചെറിയ പാരഗ്രാഫിൽ ഒറ്റ വാർത്താക്കുറിപ്പാണ്. ഒരു വാർത്താ സമ്മേളനം പോലും നടത്താതെയാണ് കേരളപ്പിറവിയുടെ 50-ാം വർഷത്തിലെ അതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയ ഇടതുപക്ഷ സർക്കാരിനെ യഥാർത്ഥത്തിൽ അതിൻ്റെ മുഖ്യമന്ത്രിയെ അനോയിൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആ കോൺഫ്ലിക്റ്റ് ഉടനീളം 5 വർഷം അവസാനിക്കുന്നവരെ, അത് മൂന്നാറിലുണ്ടായിരുന്നു, മറ്റേ ഋഷിരാജ് സിംഗുമായി ബന്ധപ്പെട്ട കേസിലുണ്ടായിരുന്നു, SNC ലാവ്ലിൻ കേസ് വന്നപ്പോൾ സ്വന്തം മന്ത്രിസഭയോട് മുഖ്യമന്ത്രി വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന വളരെ സവിശേഷമായ ഒരു വലിയ ഭരണഘടനാ പ്രതിസന്ധി എന്ന് പറയാവുന്ന ഒരു പ്രതിസന്ധി പോലും രൂപപ്പെട്ടു. അപ്പോൾ വി എസിൻ്റെ പൊതുവായുള്ള ഇരിപ്പ് തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനോട് കൂട്ടിച്ചേർത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ മൊത്തത്തിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും നെഗറ്റീവായി സമീപിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റി തീർക്കുന്നതിൽ കൂടെ ഈ വി എസിൻ്റെ റോൾ ഒരു പങ്ക് വഹിച്ചിട്ടില്ലേ? കാരണം എന്തിനേയും എതിർക്കുക എന്നുള്ള ഒരു വലിയ നെഗറ്റിവിറ്റിയുടെ ഒരു സെൻറ്ററായിട്ട് ഈ പ്രതിപക്ഷം എന്ന് പറയുന്നതിനും ആ റോളിലേക്ക് പ്രതിപക്ഷത്തെ മാറ്റുന്നതിൽ വി എസിനൊരു പങ്കില്ല. വി എസിൻ്റെ ഇടപെടലുകളെ തീർത്തും ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ മറിച്ചാണ് കാണുന്നത്. അതായത് അധികാരത്തിലിരിക്കുന്ന സർക്കാർ എന്തുമാത്രം വിജിലൻ്റ് ആയിരിക്കണം എന്നതിന് വി എസിൻ്റെ പ്രതിപക്ഷ നേതൃകാലം മുതൽ ഇങ്ങോട്ടാണ് അത് അത്രയും ഏറ്റവും വലിയ ജാഗ്രതയോടുകൂടി മാത്രമേ ഒരു സർക്കാരിന് കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന അന്തരീക്ഷമുണ്ടായത്. നെഗറ്റിവിറ്റിയുടെ അംശം വേണമെങ്കിൽ ആരോപിക്കാമെങ്കിൽ പോലും വി എസ് അച്യുതാനന്ദൻ ഒരു പ്രശ്നം ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത് വെറുതെ പറയാനല്ല. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലും അല്ലെങ്കിൽ പല പ്രതിപക്ഷത്തുള്ള പല നേതാക്കന്മാരുടെ കാര്യത്തിൽ പറയുന്നത് കാണുന്ന പോലെ ഒരു കാര്യം വി എസ് ഉന്നയിക്കാൻ ഏറ്റെടുക്കുന്നത് ആലോചിക്കാതെ ചെയ്യുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ അവസാനം വരെ അതിൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ വി എസ് ഒരു കാര്യം ഏറ്റെടുക്കാൻ തീരുമാനിക്കുക. എനിക്ക് വ്യക്തിപരമായുള്ള ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ആദ്യം വി എസിനെ നേരിട്ട് കാണുന്നത് 2004 ഈ കരിപ്പൂർ വിമാനത്താവളത്തിലെ മാധ്യമങ്ങൾക്ക് നേരെയുള്ള അക്രമം നടന്നല്ലോ, ഐസ്ക്രീം പാർലർ കേസിനെ തുടർന്ന്. ഞങ്ങൾ ഇവിടുന്ന് KUWJയുടെ ഒരു സമരം ഉണ്ടായിരുന്നു. അതിൽ ഈ അക്രമത്തിൽ നടപടിയെടുക്കാത്തതിനെതിരെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കും. അപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് KUWJ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു സമരം ഉണ്ടായിരുന്നു. ഞാനും നമ്മുടെ ചർച്ചയ്ക്ക് വരുന്ന പ്രശാന്ത്, VM ദീപ, ഏഷ്യാനെറ്റിൻ്റെ അന്നത്തെ സീനിയർ കറസ്പോണ്ടൻറ്റ്, അതോടൊപ്പം നമ്മളുടെ രമേശ്, ഏഷ്യാനെറ്റിൻ്റെ ആദ്യകാല ക്യാമറമാൻ KP രമേശ്, ഞങ്ങളൊക്കെ ഒരു സംഘമായി ഇവിടുന്ന് സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. സമരം രാവിലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് വി എസ് ആണ്. വി എസ് സമരം ഉദ്ഘാടനം ചെയ്തു പോകുമ്പോൾ സെക്രട്ടറി ഷാജഹാനെ വിട്ട് ഞങ്ങളോട് ഒന്ന് കണ്ടോൺമെൻറ്റ് ഹൗസ് വരെ ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പം ഞാനും പ്രശാന്തും ദീപയും രമേശുമാണ് പോകുന്നത്. പോകുമ്പം കണ്ടോൺമെൻറ്റ് ഹൗസിൻ്റെ ഇങ്ങനെ ഒരു അറ പോലെയുള്ള താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയുള്ള വലിയൊരു ഹാളുണ്ട്. അവിടെ ബനിയനും മുണ്ടും മാത്രം എടുത്ത് വി എസ് ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഷാജഹാൻ ഇങ്ങനെ കോഴിക്കോട്ടെ പത്രക്കാർ എന്ന മറ്റോ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഞങ്ങൾക്കൊന്ന് അഭിവാദ്യം മീൻസ് ഒന്ന് നമസ്കാരം പറയാൻ പോലും അവസരം തരാതെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ദീപയാണ് ആ അക്രമത്തിന് ഇരയായ ഒരാൾ. ദീപയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഏതാണ്ട് 3/4 മണിക്കൂർ നേരം ദീപ വളരെ വിശദമായി എന്താണ് നടന്നത് എന്ന് പറയുന്നു. വി എസ് ഒരു പേന, ഒരു കടലാസ്, ഒരു ചെറിയ നോട്ട് പുസ്തകത്തിൽ ഇത് കുറിച്ചെടുക്കുന്നു. വി എസ് ഇങ്ങനെ പേന പൊക്കുമ്പം ദീപ നിർത്തും. അപ്പോൾ ചോദ്യം ചോദിക്കും, ഉത്തരം പറയണം. ചോദ്യവും ഉത്തരവുമായി 3/4 മണിക്കൂർ കഴിഞ്ഞ് വി എസ് എഴുതി വെച്ചത് തിരിച്ചു വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ മുഖത്തേക്ക് ഒരു ഘട്ടത്തിൽ പോലും നോക്കുന്നില്ല. തിരിച്ചത് മുഴുവനായും വായിക്കുന്നു. ഇങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു. അതെ എന്ന് ഞങ്ങൾ പറയുന്നു. കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി, അപ്പോൾ നമസ്കാരം, സലാം, അങ്ങനെ അപ്പോൾ ശരി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഞാനിത് നിയമസഭയിൽ ഉന്നയിക്കും, അവന്മാർ സഭ വിളിക്കട്ടെ, ഇത്രയാണെന്ന് പറഞ്ഞത്. ഈ ഉന്നയിക്കും എന്ന വാക്കിൽ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം. അത് അയാളുടെ പ്രശ്നമായി തീരുകയാണ് ആ ഘട്ടത്തിൽ. ഞാൻ ഉന്നയിക്കും, ഞാൻ നിയമസഭയിൽ വി എസ് ഇത് ഉന്നയിക്കുമ്പോൾ ഞാൻ ഗാലറിയിലുണ്ട്. നിയമസഭയിൽ ഒരു നമുക്ക് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സഹതാപം തോന്നുന്ന വിധത്തിൽ അതികഠിനമായി കുഞ്ഞാലിക്കുട്ടിയെ ആക്രമിക്കുന്നു. വക്കം പുരുഷോത്തമൻ പല ഘട്ടങ്ങളിൽ വി എസിൻ്റെ പരാമർശങ്ങൾ സഭാരേഖകളിൽ നീക്കം ചെയ്യാൻ പറയുന്നു. ഈ വിധത്തിൽ അപ്പോൾ നമുക്ക് മനസ്സിലാകും
ഒരു കാര്യം വി എസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ അത് ഏതുമാത്രം ഗ്രാവിറ്റിയിലാണ് വി എസ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ മാത്രമല്ല. സൂര്യനെല്ലി കേസിൻ്റെ കാര്യം, എല്ലാ കാര്യത്തിലും വി എസ് ഒരു കാര്യം ഏറ്റെടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ അറ്റം വരെ പോകാൻ തീരുമാനിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കൺവിക്ഷന് ശേഷമാണ് ഇത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ നെഗറ്റിവിറ്റി, പ്രതിപക്ഷത്തിൽ വി എസ് നെഗറ്റിവിറ്റി കൊണ്ടുവന്നോ എന്ന് ചോദിച്ചാൽ എൻ്റെ അതിനുള്ള ഉത്തരം, ഭരണപക്ഷത്ത് ഒരു ജാഗ്രതയാണ് യഥാർത്ഥത്തിൽ വി എസ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കൊണ്ടുവന്നത് എന്നാണ്. ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ ഈ കൻ്റോൺമെൻറ്റ് ഹൗസിൽ പോയിട്ട് നിങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നു, മറ്റൊരു കാര്യത്തിലും നിങ്ങൾ അടുപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ ഒരു ഇൻവോൾവ്മെൻറ്റും പ്രകടിപ്പിക്കാതെയാണ് ആ വിഷയം അദ്ദേഹം കേൾക്കുന്നത്. ഞാനിത് നേരിട്ട് പലവട്ടം കണ്ടിട്ടുണ്ട്. 2001 അദ്ദേഹം മാരാരിക്കുളത്ത് 96 തോറ്റ് 2001 പാലക്കാട് മലമ്പുഴയിൽ മത്സരിക്കാൻ വരുമ്പോൾ ഞാനവിടെ കൈരളിയുടെ റിപ്പോർട്ടറാണ്, ബഷീർ കൈരളിയുടെ ഡെസ്ക് ചീഫാണ്. അപ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്, ഒരു കണക്റ്റും മലമ്പുഴയിലെ ജനങ്ങളുമായിട്ട് അന്ന് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിനില്ല. ഒരു കണക്റ്റും ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. എന്തിനും മാധ്യമപ്രവർത്തകർ ചെല്ലുമ്പോൾ രാവിലെ കാണാൻ, അന്ന് കൈരളി ആയതുകൊണ്ട് രാവിലെ വി എസ് അച്യുതാനന്ദനെ കാണാൻ പോകുക എന്നുള്ളത് ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ രാവിലെ കാണാൻ പോകുമ്പോൾ എന്താണ് പര്യടന പരിപാടി എന്ന് പോലും അദ്ദേഹത്തിൻ്റെ ടീം നമ്മളോട് കൃത്യമായിട്ട് പറയുക പോലുമില്ല. അത്ര അകന്ന്, അത്ര ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അന്ന് വി എസ് അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ മലമ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭൂരിപക്ഷം 4500 വോട്ട് മാത്രമായിട്ട് ചുരുങ്ങിയത്. മലമ്പുഴയിൽ ഏത് സി പി എം നേതാവെന്നാലും ഒരു 20,000-ൽ കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ 4500 വോട്ടായിട്ട് ആദ്യത്തെ ഘട്ടത്തിൽ വി എസിൻ്റെ ഇത് കുറഞ്ഞിരുന്നു. രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോൾ 2006-ൽ, അതായത് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട് വീണ്ടും മത്സരിക്കാൻ വരുമ്പോൾ ഞാനന്ന് ഇവിടെ വർത്തമാനത്തിൻ്റെ ഡെസ്കിലാണ്. അന്ന് അവിടെ റിപ്പോർട്ടിങ്ങിന് പോയ ആളുകൾ അയച്ചു തന്ന ഫോട്ടോയിൽ വി എസ് എങ്ങനെ മാറി എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ സമയം, അതായത് 2001 മുതൽ 2006 വരെയുള്ള സമയത്ത് ഒരുപക്ഷെ ബഷീർ വി എസിനെ കുറേ കൂടെ സൂക്ഷ്മമായിട്ട് കണ്ടിട്ടുണ്ടാവും. അതിൽ പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, എന്താ പറയുക, മീഡിയയാണ് വി എസ് അച്യുതാനന്ദനെ വളർത്തിയത് എന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്. മീഡിയ വി എസ് അച്യുതാനന്ദൻ നന്നായി ഉപയോഗിച്ചു എന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്. മീഡിയയ്ക്ക് ഉപയോഗിക്കാൻ പാകത്തിലുള്ള വിഷയങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുത്തു, അതിൽ അദ്ദേഹം എക്സൽ ചെയ്തു എന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്. ഇത് മൂന്നിൽ ഏതാ തോന്നുന്നത്? എന്താണ് ശരിയെന്നാണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് മീഡിയയിൽ ആ സമയത്തുണ്ടായ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ. കേരളത്തിൽ മുഴുവൻ സമയ വാർത്താ ചാനലുകൾ വരുന്നു. പത്രമാധ്യമങ്ങളുടെ തന്നെ ഉള്ളടക്കത്തിൽ അത് വലിയ തോതിലുള്ള മാറ്റം, ഡിസ്പ്ലേ ഒക്കെ വലിയ തോതിൽ മാറ്റമുണ്ടാക്കുന്നു. അതിനെ വളരെ സൂക്ഷ്മമായി ഗ്രഹിച്ച ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ. എങ്ങനെയാണ് മാധ്യമങ്ങൾ ഇനി അങ്ങോട്ട് പൊതുജന രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പോകുന്നത്, സ്വാധീനിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യം. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും വി എസ് ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണ്. അങ്ങനെയല്ല, വളരെ കാര്യമായി സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ആളാണ്, വ്യക്തിപരമായ അനുഭവമുള്ള ആളാണ്, സൂക്ഷ്മമായി അത് ശ്രദ്ധിക്കുന്ന ഒരാളാണ് വി എസ്. എൻ്റെ തോന്നൽ വി എസിൻ്റെ രാഷ്ട്രീയത്തിനനുസരിച്ച് മാധ്യമങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസം വരുത്തുകയും മാധ്യമങ്ങളിലെ ട്രാൻസ്ഫോർമേഷൻ അനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു മോഡ് വി എസ് പരിവർത്തിപ്പിക്കുകയും ചെയ്യുക, രണ്ട് കാര്യവും ഒരുപോലെ സംഭവിച്ച ഒരു ഘട്ടമായിരുന്നു അത്. ഇപ്പോൾ വി എസിനെ വ്യക്തിപരമായി ഒരുപാട് വി എസിനെ ഫോളോ മീൻസ് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഏറ്റവും അധിക സമയം ഒരൊറ്റ ജോലിക്ക് വേണ്ടി ചിലവഴിച്ച ഒരു പക്ഷേ വി എസിൻ്റെ കൂടെ, അത് രസകരമായൊരു അനുഭവമാണ്. വി എസ് 2006 സ്ഥാനാർത്ഥിത്വം പാർട്ടിയിൽ നിന്ന് പിടിച്ചു വാങ്ങുകയാണ്. ആ പിടിച്ചു വാങ്ങുന്നതിൻ്റെ വാർത്താ സംഗതികൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്കും ഇന്ത്യ വിഷനും ഒരു പങ്കുമുണ്ടായിരുന്നു. അപ്പോൾ വി എസ് മലമ്പുഴയിലേക്ക് പോകും. ആദ്യമായി സ്ഥാനാർത്ഥിത്വം കിട്ടിയതിന് ശേഷം ആദ്യം മലമ്പുഴയിലേക്ക് പോവുകയാണ്. ഞാൻ രാവിലെ കൊച്ചി ഡെസ്കിൽ, ഇന്ത്യ വിഷൻ്റെ കൊച്ചി ഡെസ്കിൽ ഞാനാണ് ഷിഫ്റ്റിൻ്റെ ചാർജ്. അപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് 2 മണിക്ക് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് നികേഷ് പറയുന്നത്, വി എസ് മലമ്പുഴയ്ക്ക് പോകുന്നുണ്ട്, ബഷീർ ഒന്ന് കൂടെ പോകണം. അപ്പോൾ പിന്നെ തിരിച്ച് വീട്ടിൽ പോകാൻ സമയമില്ല. പിന്നെ വി എസിനെ ഫോളോ ചെയ്യാനുള്ള സാമഗ്രികൾ ഉണ്ടാക്കണമല്ലോ. ക്യാമറമാൻ അറേഞ്ച് ചെയ്തു, ക്യാമറ അറേഞ്ച് ചെയ്തു, വാഹനം, യാത്ര, അത്തരം കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു. രാത്രി 11:30 മറ്റോ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന അമൃത എക്സ്പ്രസ്സിൽ 12:30 തോന്നുന്നു വി എസ് വരുന്നു. കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ കൂടെ കയറണം. പിന്നെ ആ ഒരു ദിവസം മുഴുവൻ, മലമ്പുഴയിൽ ഒരു ദിവസം മുഴുവൻ കൂടെ നടന്ന് യാത്ര ചെയ്ത് എടുത്തു. ഒരു അരമണിക്കൂർ ഫോളോ ദ ലീഡർ എന്നൊരു പ്രോഗ്രാമുണ്ട് അന്ന്. അപ്പോൾ അത് ചെയ്യണം, ഇതാണ് എൻ്റെ ദൗത്യം. അപ്പം ഞങ്ങളിവിടുന്ന്, ഞാനും സെൽവരാജ് എന്ന് പറഞ്ഞൊരു ക്യാമറമാൻ, ഒരു തമിഴൻ ക്യാമറമാൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ 2 പേരും കൂടി അമൃതയിൽ കയറുന്നു.
വി എസിൻ്റെ സെക്കൻഡ് AC കമ്പാർട്ട്മെൻറ്റിൻ്റെ ഇപ്പുറത്തുള്ള കൊറിഡോറിൽ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. ജനറൽ ടിക്കറ്റിൽ കൊറിഡോർ VS ഉള്ളത് കൊണ്ട് പിന്നെ നമ്മൾ ഇറക്കി വിടുന്നില്ല. അവിടെ നിന്ന് യാത്ര ചെയ്യുന്നു. ഷൊർണൂരിലെത്തുമ്പോൾ ഒരു 100 കണക്കിന് SFI കുട്ടികൾ, പ്രത്യേകിച്ചും പെൺകുട്ടികളാണ്, കയ്യിൽ റിബണൊക്കെ കെട്ടി കുറേ കുട്ടികൾ വന്ന് പുലർച്ചെ ഒരു 5:30 മണിക്ക് VSനെ അഭിവാദ്യം ചെയ്തു പോകുന്നു. VS വാതിക്കൽ ചെന്ന് അവരെ ഒന്ന് പ്രത്യഭിവാദ്യം ചെയ്ത് തിരിച്ച് വളരെ ആവേശത്തിൽ വരുന്നു. പിന്നെ VS വളരെ ആവേശഭരിതനാണ്, വളരെ ലൈറ്റ് ഹാർട്ടഡാണ്. VS സ്വന്തം ജീവിതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അന്ന് ഒറ്റപ്പാലം കഴിഞ്ഞ് പാലക്കാടിനിടയിലുള്ള സമയത്ത് ഈ ശെൽവരാജിന് VSൻ്റെ മൊത്തം കാര്യങ്ങൾ അറിയില്ല. ശെൽവരാജ് ഒരു ക്യാമറമാൻ എന്ന നിലയിൽ സാർ ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞു. ഇനി ഞാനാകെ പേടിച്ചു പോയി. VSനോട് പാട്ട് പാടാൻ സാധാരണ എത്ര ധൈര്യം നമുക്ക് സംഭരിച്ചാലും VSനോടൊരു പാട്ട് ക്യാമറയിൽ പാടൂ എന്ന് പറയാനുള്ള ധൈര്യം നമുക്കില്ല. പക്ഷേ ഞാൻ സെൽവരാജിനെ സങ്കോചത്തോടു കൂടി നോക്കുമ്പോഴേക്ക് തന്നെ VS ബലികുടീരങ്ങളെ എന്ന് പാടി തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ ലൈറ്റായിട്ട്. VSന് അറിയാമായിരുന്നു മാധ്യമങ്ങളിൽ എന്താണ് തൻ്റെ റിഫ്ലക്ഷൻ, എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത്. VSന് അറിയാമായിരുന്നു ഏത് ഒരു ക്യാമറ മുന്നിലുണ്ട് എന്ന് കണ്ടാൽ, അത് ജനം കാണുന്നുണ്ട് എന്ന് കണ്ടാൽ VSൻ്റെ ബോഡി ലാംഗ്വേജിൽ ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. പിന്നെ സംസാരിക്കുന്നത് പൊതുജനത്തോടാണ്. ആ വിധത്തിലാണ് ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇത് രാജീവിൻ്റെ ചോദ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. VS മാധ്യമങ്ങളെ മനസ്സിലാക്കിയിരുന്നോ എന്ന് ചോദിച്ചാൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാധ്യമങ്ങൾ ഒരു ടൂളാണ് എന്ന വിധത്തിൽ മനസ്സിലാക്കേണ്ട വിധം VS അതിനെ മനസ്സിലാക്കി. ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്തുള്ള നേതാക്കന്മാർ ഒരു തലമുറ ഇപ്പോഴും ഉണ്ടല്ലോ, അതായത് ഈ ട്രാൻസ്ഫോർമേഷൻ മാധ്യമങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയും എങ്ങനെയാണ് ഇതിനെ ഉപയോഗിക്കേണ്ടത് എന്ന് അവർ ആലോചിക്കുകയും ചെയ്യേണ്ട സമയത്തുണ്ടായിരുന്ന നേതാക്കൾ, ഇപ്പോൾ AK ആൻ്റണി, ഉമ്മൻചാണ്ടി എന്ന് തുടങ്ങി ആ തലമുറ മുഴുവൻ, VS, പിണറായി, ഇപ്പോൾ കോടിയേരി അടക്കം, അങ്ങനെ ഒരുപാട് ആളുകൾ അക്കാലത്തുണ്ട്. അവർക്കൊന്നും സാധിക്കാത്ത വിധത്തിൽ ആ സമയത്താണ് ഞാൻ പറയുന്നത്, ഒരു 2004 മുതൽ ഒരു 2011 വരെയുള്ള കാലം, ആ സമയത്ത് ഇവരിൽ പലർക്കും ഈ മാധ്യമങ്ങളെ അത്രത്തോളം ഭംഗിയായി ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇല്ല, ഒരാൾക്കും സാധിച്ചിട്ടില്ല. എന്നാൽ VS അതിനെ ഉപയോഗപ്പെടുത്തിയത് ഇപ്പോൾ നമ്മൾ ഈ പൊളിറ്റിക്കൽ PR-ൻ്റെ ഈ ഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ എത്രയോ മടങ്ങ് മനോഹരമായും അതിൻ്റെ എത്രയോ വലിയ ശക്തിയിലുമാണ് യഥാർത്ഥത്തിൽ VS മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയത്. അത് പിൽക്കാലത്ത് VSന് സ്വന്തമായി സിൻഡിക്കേറ്റ് ഉണ്ട് എന്ന ആരോപണത്തിലേക്ക് വരെ അത് വന്നു. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾക്ക് ഒരു ജനകീയ വിഷയങ്ങൾ എടുക്കുമ്പോൾ മാധ്യമങ്ങൾക്കുണ്ടാകുന്നൊരു ട്രാക്ഷനുണ്ട്. ജനകീയ വിഷയങ്ങൾ എടുക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനുണ്ടാകുന്ന ഒരു പിന്തുണയുമുണ്ട്. ഇത് രണ്ടും കൂടി ഒന്നിച്ചു ചേർന്ന സന്ദർഭമായിരുന്നു VSൻ്റെ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ കാലവും മുഖ്യമന്ത്രിയുടെ കാലവും. VS അതിനെ ഉപയോഗപ്പെടുത്തി എന്ന വാക്കാണോ പറയേണ്ടത് എന്നെനിക്കറിയില്ല. VSൻ്റെ സമകാലികരായ മറ്റു രാഷ്ട്രീയ നേതാക്കളെക്കാൾ VSന് സാമൂഹിക പ്രശ്നങ്ങളുമായി ഈ മാധ്യമങ്ങളെ കണക്ട് ചെയ്യാനുള്ള സവിശേഷമായൊരു സിദ്ധി ഉണ്ടായിരുന്നു. VS മാധ്യമങ്ങളോട് പ്രത്യക്ഷത്തിൽ തിരിഞ്ഞു നിൽക്കുന്നു, ഒരു റൂഡായി നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ പോലും മാധ്യമങ്ങളിലൂടെയാണ് തൻ്റെ രാഷ്ട്രീയം പറയാൻ ഇനി കഴിയുക എന്ന് CPIM-ലെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ VS പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ തന്നെയാണ് VS അത് നടപ്പാക്കിയത് ആ കാലത്ത്. ആ വിഷയങ്ങളൂടെ നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ മതികെട്ടാനിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, കഞ്ചാവ് തോട്ടം കാണാനുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, എൻഡോസൾഫാൻ ഗ്രാമങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, പ്ലാച്ചിമടയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, അതുപോലെ വിവിധ സ്ഥലനാമങ്ങളാൽ കുപ്രസിദ്ധി ആർജിച്ച സ്ത്രീപീഡന കേസുകളുണ്ട്, ബലാത്സംഗ കേസുകളുണ്ട്. സ്ത്രീ പീഡനം എന്നുള്ള വാക്ക് ഉപേക്ഷിക്കാൻ ബലാത്സംഗ കേസുകളുണ്ട്. ഈ കേസുകളിലേക്കൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകൾ, ഇതൊക്കെ ഒരു വിഷയം ഏറ്റെടുക്കുന്നതിനോടൊപ്പം തൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് കൂടെ അദ്ദേഹം കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിനും കൂടെ അതാണ് ഞാൻ ചോദിച്ചത്. ഇത് കൃത്യമായി അദ്ദേഹം വളരെ ബാലൻസ് ചെയ്ത് ഉപയോഗിച്ചിരുന്നോ മീഡിയാസിനെ എന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ മാധ്യമ പ്രതിഫലനം എന്താണ് എന്ന് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ മനസ്സിലാക്കുകയും അത് എൻഹാൻസ് ചെയ്യാൻ VS ശ്രമിച്ചിരുന്നു. അതിൻ്റെ അടുത്ത പടിയിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം ഞാൻ ചോദിച്ചത്, ഇതേ വിഷയങ്ങൾ തന്നെ മറ്റാളുകൾ ഏറ്റെടുത്താൽ കിട്ടാത്തൊരു അട്രാക്ഷനും കിട്ടാത്തൊരു ഗ്രാവിറ്റിയും VS ഏറ്റെടുക്കുമ്പോൾ കിട്ടിയിരുന്നു, അതിൻ്റെ മൈലേജും VSന് കിട്ടിയിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. ഞാനത് വിചാരിക്കുന്നത്, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, VS ഒരു വിഷയം ഏറ്റെടുക്കുന്നത് VSൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നും VSൻ്റെ ഒരു പൊളിറ്റിക്കലായ മനസാക്ഷിയുടെ
ഇമ്പൾസിനനുസരിച്ചുമായിരുന്നു എന്നാണ്. ഞാൻ സൂര്യനെല്ലി കേസ് ഞാൻ പറഞ്ഞല്ലോ, അത് ഒന്നുകൂടി പറഞ്ഞല്ലോ. അതായത് സൂര്യനെല്ലി കേസിൽ 2005 വിധി വരികയാണ്. ഈ ജസ്റ്റിസ് ബസന്തിൻ്റെയും ജസ്റ്റിസ് അബ്ദുൽ ഗഫൂറിൻ്റെയും ബെഞ്ചിൻ്റെ വിധി. സൂര്യനെല്ലി കേസിലെ 39 പ്രതികളിൽ 36 പേരെ ശിക്ഷിച്ച വിചാരണ കോടതിയുടെ വിധി ഈ 2 പേരും ചേർന്ന് റദ്ദാക്കുകയും ആ പെൺകുട്ടിക്കെതിരെ അതിരൂക്ഷമായ വളരെ മോശമായ ലാംഗ്വേജിൽ ഒരു വിധി എഴുതി വെക്കുകയും ചെയ്തു. ഈ കുട്ടിയുടെ അച്ഛനും കുട്ടിയും കുട്ടിയുടെ ചേച്ചിയും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. അവർ മൂന്നാറിന് മേലെ സൂര്യനെല്ലിക്കപ്പുറത്തുള്ള മാന്നാർ എന്ന സ്ഥലത്തെ പോസ്റ്റ് ഓഫീസിലെ ഒരു പോസ്റ്റ് മാസ്റ്ററായിരുന്നു കുട്ടിയുടെ അച്ഛൻ. അയാൾ ആ പോസ്റ്റ് ഓഫീസിലുള്ള തൻ്റെ സഹപ്രവർത്തകനോട് ഈ കാര്യം പറയുന്നു. ഇനി സൂയിസൈഡ് ചെയ്യല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുന്നു. അയാളൊരു CPM പ്രവർത്തകനാണ് ഈ സുഹൃത്ത്. അദ്ദേഹത്തിന് പേരെന്നോട് മറന്നു. അദ്ദേഹത്തിന് ഈ അറിയില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. അദ്ദേഹത്തിന് ആകെ അറിയുന്നത് VSനെ വിളിച്ച് പറയാം എന്നാണ്. കണ്ടോൺമെൻറ്റ് ഹൗസിലെ ഫോൺ സംഘടിപ്പിച്ച് VSനെ വിളിച്ച് ഈ വിവരം പറയുന്നു. ഈ കുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അവർ മരിക്കും എന്ന്. പിന്നെ സംഭവിക്കുന്നത് VSൻ്റെ ഒരു ഫോൺ ആ പോസ്റ്റ് ഓഫീസിലേക്ക് വരികയാണ്. ഈ കുട്ടിയുടെ അച്ഛൻ്റെ പേര് പറയണ്ട, കുട്ടിയുടെ മീൻസ് അച്ഛൻ്റെ അടുത്തേക്ക് ഒരു ഫോൺ വരികയാണ്. VS പറയുന്നത്, ഞാൻ അടുത്ത ആഴ്ച അടിമാലിയിൽ വരുന്നുണ്ട്, അങ്ങോട്ട് മേലോട്ട് വരാൻ എനിക്ക് പറ്റില്ല, പക്ഷേ നിങ്ങൾ അടിമാലിയിൽ വന്ന്, ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടാകും, അടിമാലിയിൽ വന്ന് എന്നെ കാണണം, അതിനുശേഷം നമുക്ക് എന്തും തീരുമാനിക്കാം. ഇതാണ് VS കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാനൊരു പുസ്തകം ഈ കേസിൻ്റെയും സ്മാർത്ഥം വിചാരത്തിൻ്റെയൊക്കെ ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ഒരു ചെറിയ പുസ്തകമാക്കാൻ വേണ്ടി DC ബുക്സിന് വേണ്ടി ആ പുസ്തകത്തിൻ്റെ റിസർച്ചിന് പോകുന്ന ഘട്ടത്തിൽ ഞാൻ ഈ കുട്ടിയുടെ അച്ഛനെ പരമാവധി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി. പക്ഷേ അന്നത് അവർ കാണാൻ കൂട്ടാക്കിയില്ല. പിന്നീട് പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിക്കുകയും ഞാൻ കോട്ടയത്ത്, അപ്പോഴേക്കും അവർ കോട്ടയത്തേക്ക് മാറിയിട്ടുണ്ട്, കോട്ടയത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ കഥ, അദ്ദേഹം അടിമാലിയിൽ പോകുന്നു, അടിമാലിയിൽ VSൻ്റെ റൂമിനകത്തേക്ക് ചെല്ലുന്നു, റൂമിലുള്ള എല്ലാവരെയും VS പുറത്താക്കുന്നു, 2 കൈയും ഇങ്ങനെ ചേർത്ത് പിടിച്ചാണ് പിന്നീട് സംസാരിക്കുന്നത്. ഒരു കാരണവശാലും തോറ്റു കൊടുക്കരുത്, സമരം മുന്നോട്ട് കൊണ്ടുപോകണം, സുപ്രീം കോടതിയിൽ പോകണം, സുപ്രീം കോടതിയിൽ പോകാൻ ഞാൻ കൂടെ ഉണ്ടാകും, നമുക്ക് ഒന്നിച്ച് സുപ്രീം കോടതിയിൽ പോകാം. അന്ന് ഈ അച്ഛൻ പറഞ്ഞത്, അന്ന് ആ ഫോൺ കോൾ വരികയും അന്ന് VSനെ കാണുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ജീവിച്ചിരിക്കുമായിരുന്നില്ല എന്നാണ്. ഞാൻ പറയുന്നത്, VS ഒരു കാര്യം ഏറ്റെടുക്കാൻ തീരുമാനിക്കുമ്പോൾ മാധ്യമങ്ങളെ ഉപയോഗിക്കുക എന്നൊക്കെ നമ്മളുടെ ഒരു കൺവീനിയൻ്റായ പൊസിഷനിൽ നിന്ന് പറയുമ്പോൾ പോലും അത് ഇപ്പോഴത്തെ ഒരു PR രാഷ്ട്രീയത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റും എന്ന് കരുതുമ്പോൾ പോലും VSൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ അദ്ദേഹം വളർന്നു വന്ന, അദ്ദേഹം രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് നോക്കുമ്പോൾ VSന് ബോധ്യമുള്ള ഒരു കാര്യത്തെ അദ്ദേഹം സർവ്വശക്തിയും ഉപയോഗിച്ച് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അത് VSന് മറ്റുള്ളവരിൽ നിന്ന് കേരള രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്തൊരു കാര്യമായതിനാൽ VSന് അത് തിരിച്ചുള്ള ക്യാപിറ്റലായിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ ക്യാപിറ്റലായിട്ടുണ്ട്. ഒരു പക്ഷേ VS ഏറ്റെടുത്ത ഈ പല സമരമുഖങ്ങളിൽ VS ചെന്നെത്തിയ ആ ഒരു കാര്യം ഇല്ലായിരുന്നുവെങ്കിൽ VS എന്ന മുഖ്യമന്ത്രിയോ VS എന്ന പ്രതിപക്ഷ നേതാവോ കേരളത്തിന് ഉണ്ടാകുമായിരുന്നില്ല. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ട്രക്ചറിലൂടെ പരമ്പരാഗതമായ വളർച്ചയിലൂടെ VS മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ആകുമായിരുന്നില്ല. VS ഏറ്റെടുത്ത ഈ പ്രശ്നങ്ങളാണ് 1996 VS അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് ജയിച്ച് മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ ഈ കാണുന്ന VS ഉണ്ടാകുമായിരുന്നില്ല. VS അവിടെ തോറ്റതിന് ശേഷവും പഴയ രീതി തന്നെ, അതല്ലെങ്കിൽ ആ മാധ്യമ സാഹചര്യവും VSൻ്റെ പ്രവർത്തനത്തിൻ്റെ മോഡും മാറിയിരുന്നില്ലെങ്കിലും ഒരു പക്ഷേ ഉണ്ടാകുമായിരുന്നില്ല. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കാൻ പോകുന്നത്, ഇപ്പോൾ ഈ 1998 അദ്ദേഹം CPMൽ സംഘടന പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം അന്ന് ഉപയോഗിച്ചൊരു ടൂൾ എന്ന് പറയുന്നത് വെട്ടിനിർത്തൽ സമരമായിരുന്നു. അതായത് നെൽവയൽ നികത്തി ഇതര കൃഷി ചെയ്യുന്നത് വെട്ടി നശിപ്പിക്കുക എന്ന് പറയുന്നൊരു സമര രീതി അദ്ദേഹം ആവിഷ്കരിച്ചു. വാക്കാണ് വെട്ടിനിരത്തൽ എന്നുള്ളത്. അന്ന് അത് വലിയ തോതിൽ വിമർശിക്കപ്പെടുകയും അദ്ദേഹം ഒരു വലിയ വില്ലനായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം മൂന്നാറിൽ കുടിയൊഴിപ്പിക്കൽ, കയ്യേറ്റ ഭൂമി ഒഴിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കാനും വലിയ തോതിൽ വിമർശിക്കാനും ആളുകളുണ്ടായിരുന്നു. 2018 ഈ വലിയ പ്രളയം കേരളം അഭിമുഖീകരിക്കുന്നൊരു ഘട്ടം വന്നപ്പോഴാണ് എന്തുകൊണ്ടാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി അന്ന് VS ഏറ്റെടുത്തതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് 2018 2018 2019 ഇപ്പോൾ കഴിഞ്ഞ ജൂലൈയിലും വലിയ ദുരന്തങ്ങളുണ്ടായപ്പോഴാണ് അനധികൃത കയ്യേറ്റങ്ങളും മറ്റേ
വനനശീകരണവും ഏത് വിധത്തിലാണ് നമുക്ക് വലിയ തോതിൽ നാശങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതെ, അതെ. വളരെ വൈകിയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലും കുറെ കൂടെ ദീർഘവീക്ഷണമുള്ള നേതാവ് എന്നുള്ള നിലയിലും വി എസിനെ അളന്നിടുന്ന രണ്ട് ഘട്ടങ്ങളാണ് അതൊക്കെ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ അതിനെ കേരളത്തിൻ്റെ ഒരു പൊതു ആവശ്യമാക്കി കൊണ്ടുവരാൻ വി എസ് ശ്രമിച്ചെങ്കിലും കേരളത്തിൻ്റെ പൊതുസമൂഹം അത് അത്രത്തോളം സ്വീകരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ആ സമയത്തൊന്നും. കേരളത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഒരു മനസാക്ഷി എല്ലാ കാലത്തും വി എസിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷം അതിനനുസരിച്ച്, അതല്ലെങ്കിൽ ഒരു സർക്കാരുകൾ അതിനനുസരിച്ച് മാറുക, സർക്കാരുകളുടെ നയം അതിനനുസരിച്ച് മാറുക എന്നൊക്കെ പറയുന്നതും വികസനത്തോടുള്ള സമീപനം എല്ലാ സർക്കാരുകളുടെയും അങ്ങനെയായി തീരുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് കുറെ കൂടി ലാർജറായ ഒരു തീരുമാനം അല്ല. പോളിസി മേക്കിംഗ് എന്ന് പറയുമ്പോൾ അത് പാർട്ടിയുടെ പോളിസി മേക്കിംഗ് ആണല്ലോ. അതിൽ പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ വി എസിന് സ്വാധീനം ചെലുത്താൻ പറ്റാതെ ഉണ്ടായിരുന്നു. വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അതായത് CPIMൻ്റെ വികസനത്തോടുള്ള അപ്രോച്ചിൽ വരുന്ന മാറ്റങ്ങൾക്ക് പുറംതിരിഞ്ഞാണ് വി എസ് നിന്നത്. വി എസ് അങ്ങനെ മാറ്റങ്ങളോട് മാറ്റങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുകയും അതിനെ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നില്ല. വി എസിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വി എസിൻ്റെ ഫ്രെയിം യഥാർത്ഥത്തിൽ വളരെ അടിസ്ഥാന തലത്തിലുള്ളതും വളരെ വലിയൊരു പോപ്പുലേഷനെ മുന്നിൽ വെച്ചുള്ളതുമായിരുന്നു. വികസനം എന്ന് പറയുമ്പോൾ വളരെ കളർഫുള്ളായ, വളരെ അരിത്തമെറ്റിക്കായൊരു വികസനം എന്ന മട്ടിലല്ല വി എസ് അതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വലിയ വലിയ വികസനങ്ങൾ, ഇപ്പോൾ കൊച്ചിയിൽ ഒരു ജിം പ്രഖ്യാപിച്ച് അവിടെ ഒരു സ്കൈ സിറ്റി വരും എന്ന് പറഞ്ഞപ്പോൾ വി എസ് എടുത്ത റെസ്പോൺസ് നമുക്കറിയാം. കേരളത്തിൽ വലിയ റോഡുകൾ വരുന്നു, അതിനിടയിൽ ഈ ഡിവൈഡറിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പൂന്തോട്ടം വേണമത്രേ എന്നാണ് വി എസ് പറഞ്ഞത്. വി എസിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള ചിന്തയിൽ അടിസ്ഥാന ജനവിഭാഗം ആണ് ഉണ്ടായിരുന്നത്. അവർക്ക് എന്ത് കിട്ടും എന്നതിനെ നോക്കിയാണ് വി എസ് എല്ലാ വികസന സംഗതികളെയും അപ്രോച്ച് ചെയ്തത്. അത് ഒരു വികസിത സമൂഹം എന്ന നിലയിൽ മലയാളിയെ ഫ്യൂച്ചറിസ്റ്റിക്കായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണോ ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ മറ്റൊന്നായിരിക്കാം. ഒരു കേരളം പോലുള്ള ഒരു വലിയ രാഷ്ട്രീയ ലെഗസിയുള്ള ഒരു പ്രദേശത്തെ റൂയിൻ ചെയ്യാൻ സമ്മതിക്കാത്ത വിധത്തിലുള്ള ഒരു വികസന കാഴ്ചപ്പാടായിരുന്നു യഥാർത്ഥത്തിൽ വി എസിൻ്റേത്. റൈറ്റ്. അത് ആ കാലഘട്ടത്തിൽ നിന്ന് പുതിയ കാലഘട്ടത്തിലേക്ക് മാറുമ്പോൾ അതാണോ വേണ്ടിയിരുന്നതെന്ന് നീ ചോദിച്ച ചോദ്യം അവിടെ പ്രസക്തമാണ്. ഇപ്പോൾ പുതിയ കാലത്ത് നമ്മളിരുന്ന് നോക്കുമ്പോൾ കുറെ കൂടെ നേരത്തെ ഇതാകാമായിരുന്നില്ലേ എന്നുള്ള ഡിബേറ്റൊക്കെ വലിയ തോതിൽ നടക്കുന്നുണ്ട്. അതിന് തടസ്സമായി നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വി എസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയുകയും ചെയ്യാം. ഇതിനിടയിൽ നീ സൂര്യലിയുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ ഈ സമൂഹവുമായിട്ട് അദ്ദേഹത്തിനുള്ള ഒരു കണക്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ കണക്റ്റുമായിട്ട് യോജിക്കാത്ത രണ്ട് കാര്യങ്ങൾ, ഒരുപക്ഷെ ഒന്നിലധികം കാര്യങ്ങളുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയൊരു പ്രസ്താവനയുടെ ബാക്ക് ബോണായിട്ട് വി എസിൻ്റെ പഴയൊരു പ്രസ്താവന ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് കേരളത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള വി എസിൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടുള്ള ഒരു പരാമർശം. അത് യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അപ്പോഴും ആ പരാമർശം അവിടെ ഉണ്ട്. അതിപ്പോഴും. അപ്പോൾ ഈ സൊസൈറ്റിയായിട്ട് ഇത്രയും ബന്ധമുള്ള ഒരാൾ ചില കാര്യങ്ങളിലെങ്കിലും അത്ര ആഴത്തിൽ അതിനെ സൂക്ഷ്മമായി കാണുകയോ അതിനെ വിശകലനം ചെയ്യുകയോ ചെയ്തിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? വി എസിൻ്റെ ആ പരാമർശം പിൽക്കാലത്ത് വി എസിൻ്റെ തന്നെ ശത്രുക്കളും CPIMൻ്റെ ശത്രുക്കളും എല്ലാവരും എടുത്തുപയോഗിച്ചു എന്നത് ശരിയാണ്. പക്ഷേ അതിൻ്റെ പശ്ചാത്തലം വളരെ സ്പെസിഫിക്കാണ്. ആ ചോദ്യം, അതിനുള്ള ഉത്തരവും വളരെ സ്പെസിഫിക് ആയിരുന്നു. പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടിയ സംഭവത്തിന് തൊട്ട് പിറകെ ഡൽഹിയിൽ നടന്നൊരു വാർത്താ സമ്മേളനത്തിലാണ് ഈ കോൺട്രവേഴ്സിയിലായ മെൻഷനിങ് ഉണ്ടാകുന്നത്. അത് സ്പെസിഫിക്കായി പോപ്പുലർ ഫ്രണ്ടിനെതിരെയാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന് വി എസ് പറയുന്നുണ്ട്. ഇനി ഞാൻ അതിൻ്റെ സബ്സ്റ്റൻസിലേക്ക് വന്നാൽ, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലർ ഫ്രണ്ട് എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം എന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത്? പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഫൗണ്ടേഴ്സായ 10 നേതാക്കളുടെ ലിസ്റ്റ് എടുത്താൽ സിമിയുടെ ഫൗണ്ടേഴ്സായ 10 നേതാക്കളിൽ 7 പേരും അതിലുണ്ട്. സിമിയുടെ ഒരു പുനരവതാരമാണ് യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്.
ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം ചുമരിൽ എഴുതി വെക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്ത പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിൻ്റെ ഏറ്റവും നാം കണ്ടതിൽ ഏറ്റവും മുന്തിയ രൂപമാണ് സിമി. അതിൻ്റെ പിന്തുടർച്ചയിലാണ് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ആ രാഷ്ട്രീയത്തിന് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ട് എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളുടെ, അതിപ്പോൾ BJP വന്നതിന് ശേഷമുള്ള കേന്ദ്ര ഏജൻസികളല്ല, കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കാലത്തുള്ള കേന്ദ്ര ഏജൻസികളിലും അതിനുശേഷവും സംസ്ഥാനത്തെ ഒരു രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലുകളിലുമെല്ലാം ഈ സിമിയെക്കുറിച്ചും പോപ്പുലർ ഫ്രണ്ടിനെക്കുറിച്ചും ഇങ്ങനൊരു അലിഗേഷനുണ്ട്. അതല്ലെങ്കിൽ അവരങ്ങനെ ലക്ഷ്യമിടുന്നതായി പറയുന്നുണ്ട്. VS ആകട്ടെ തെക്കിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. VS അതിൽ ഒരു സൂക്ഷ്മത സ്പെസിഫിക്കായി പിൽക്കാലത്ത് തൻ്റെ വാക്കുകൾ ദുരുപയോഗം ചെയ്യപ്പെടും എന്ന വിധത്തിൽ അതിനെ കണ്ടില്ലല്ലോ എന്നിപ്പോൾ നമുക്ക് പറയാമെങ്കിൽ പോലും VS ഒരു കാരണവശാലും അത് മുസ്ലിം സമൂഹത്തെ പൊതുവായി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എല്ലാ കാലത്തും VS എതിർക്കുന്ന ഫണ്ടമെൻ്റലിസത്തെ, മത തീവ്രവാദത്തെ, അത് എല്ലാ ഷെയ്ഡിലുള്ള മത തീവ്രവാദത്തെയും VS ഉടലോടെ എതിർത്തിട്ടുണ്ട്. അതിനെതിരെയുള്ള തൻ്റെ ഒരു എതിർപ്പ് പറയുന്നതാണ് VS. അതിൽ ഈ സൂക്ഷ്മത പുലർത്തിയില്ലല്ലോ എന്ന് നമുക്കിപ്പോൾ പറയുന്നതിൽ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. VSന് മേലൊരു മുസ്ലിം വിരുദ്ധത ആരോപിക്കുക എന്നതാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ ഈ അടുത്ത കാലത്ത് ചെയ്യുന്ന ഏറ്റവും എന്താ പറയുക, ഒരു താങ്ക്ലെസ് ആയ പണി എന്നെനിക്ക് തോന്നുന്നു. VS അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ ആളെ ആയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ 2016 VS എന്തുകൊണ്ട് വിശ്രമത്തിന് പോകാതെ രാഷ്ട്രീയ രംഗത്ത് തുടർന്നു എന്ന് നമ്മൾ ആലോചിക്കണം. കേരളത്തിൽ അന്ന് VS ഈ BJDSും BJPയും തമ്മിൽ സഖ്യമുണ്ടാക്കി ഈഴവ വോട്ട് ബാങ്കിനെ മറിച്ചെടുത്ത് ഒരു പ്രസൻസ് ഉറപ്പിക്കാൻ അവരുടെ തന്ത്രം ഏറ്റവും നന്നായി ആവിഷ്കരിച്ച് പയറ്റപ്പെട്ടത് 2016 അന്ന് VS ഏതാണ്ട് പ്രതലത്തിലേക്ക് തിരിച്ചു വരികയും കേരളം ഉടനീളം നടന്ന്, അന്നാണ് ആ കോൺട്രവേഴ്സ്യലായ പ്രസ്താവന ഇതൊക്കെ ഉണ്ടായത്, കാള നിങ്ങളുടെ അപ്പനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ളതുണ്ടായത്. അത് VS അതേ കാര്യം തന്നെയാണ് VS ഇപ്പുറത്തും ചെയ്തത്. കേരളത്തിലെ മുസ്ലിം ഫണ്ടമെൻ്റലിസത്തിൻ്റെ വളർച്ചയെയും കേരളത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയെയും ഒരുപോലെ എതിർത്ത ആളായിരുന്നു. നേരെ തിരിച്ചാണ് പറയേണ്ടത്. ഹിന്ദുത്വത്തെയും ഇസ്ലാമിസത്തെയും ആ പ്രയോറിറ്റിയിൽ തന്നെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ച അത് പറയുമ്പോഴേ അത് പറയുമ്പോൾ VSനെ പോലെ ഇത്രയും ടോളായിട്ടുള്ള, ഇത്രയും കേരളീയ സമൂഹത്തെ സ്വാധീനിച്ച, ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ് എന്ന് കേരളം ഒട്ടാകെ വിശ്വസിക്കുന്ന ഒരു നേതാവ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിൽ പോലും കേരളത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കാനുള്ള ശ്രമം നടക്കുന്നു. അത് ഇൻ്റലിജൻസ് ഏജൻസികൾ എഴുതി വെച്ചിട്ടുണ്ടാവാം, അന്വേഷണ ഏജൻസികൾ പറഞ്ഞിട്ടുണ്ടാവാം, സിമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്ന് അന്വേഷണ ഏജൻസികൾ അത് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതുണ്ടെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ നേതാവ്, സമൂഹത്തെ അറിയുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ, ആഴത്തിലറിയുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച്, ജന്മികുടിയാൻ കാലം മുതലുള്ള സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിലുള്ള വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിനെ മാറ്റിത്തീർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ പറഞ്ഞു പോകുന്ന അതിലൊരു സൂക്ഷ്മത കുറവുണ്ട് എന്ന് പറയുന്നത് തെറ്റു പറയാൻ പറ്റുമോ? കാരണം വെച്ചാൽ അത് പല നിലയ്ക്ക് ഉപയോഗിക്കപ്പെടുകയാണ് പിന്നീട് സൂക്ഷ്മതക്കുറവ് അത് ഉപയോഗിക്കുന്നതിലുള്ള ഇതാണ്. ഇപ്പോൾ VSൻ്റെ അന്നത്തെ ഡൽഹിയിലെ വാർത്താ സമ്മേളനത്തിന് മുഴുവനായി കണ്ടാൽ പോലും ഈ തെറ്റിദ്ധാരണക്ക് അവസരമില്ല. എന്നാൽ ആ ഒരു കൃത്യം 2 സെൻറ്റൻസിനകത്ത് അത് തിരിച്ചു പറയാമായിരുന്നോ? ഈ അവർ എന്നാണ് VS ഉപയോഗിക്കുക. അവർ എന്നത് കട്ട് ചെയ്ത് എടുത്ത് വെക്കുമ്പോൾ മുസ്ലിം സമുദായം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കും. VS പറയുന്ന അവർ പോപ്പുലർ ഫ്രണ്ടാണ്. അതിനെ ഇപ്പോൾ നമ്മളെടുത്ത് മുസ്ലിം അത് മറ്റൊരു അജണ്ടയുടെ ഭാഗമാണ്. CPM അത് VSനെതിരെ അല്ല. യഥാർത്ഥത്തിൽ ഈ നടക്കുന്ന പ്രചാരണം VSനെതിരെ അല്ല. ഇത് ഇടതുപക്ഷ രാഷ്ട്രീയം മുഴുവൻ ഹിന്ദുത്വത്തിന് വഴിപ്പെട്ടിരിക്കുന്നു എന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പ്രചാരണത്തിൻ്റെ അതിൻ്റെ ഉപകരണങ്ങളായി, അല്ലെങ്കിൽ അതിനുള്ള മെറ്റീരിയലായി തീരുകയാണ് ഈ പ്രസംഗങ്ങളെല്ലാം. ഞാൻ വിചാരിക്കുന്നത് അത് ഇപ്പോൾ വളരെ ഇൻറ്റൻഷനലായി ഹിന്ദുത്വത്തെ നേരിടാൻ എന്ന വ്യാജേന കേരളത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മേൽ ഹിന്ദുത്വം ആരോപിക്കാനുള്ള ഒരു ശ്രമം
ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അത് മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഞാനിത് പറയാൻ അതിനുവേണ്ടി കാര്യം VSന്റെ ഇതിനെ അവർ എടുത്തുപയോഗിക്കുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ അതിനെ ഹാൻഡ് പിക്ക് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഈ 2001 മലമ്പുഴയിൽ VS മത്സരിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്കണക്റ്റിനെ കുറിച്ച് സൂചിപ്പിച്ചില്ലേ. വലിയ നമുക്ക് പ്രകടമായി തന്നെ ആ ഡിസ്കണക്റ്റ് മനസ്സിലാവുമായിരുന്നു. അദ്ദേഹത്തിന് അവിടുത്തെ ജനവിഭാഗങ്ങളുമായിട്ടുള്ള വലിയ ഒരു അകലം നമുക്ക് വിസിബിളി അത് മനസ്സിലാവുമായിരുന്നു. ഈ അകലം അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ പിന്നീട് പറയുന്നൊരു കാര്യം, ഇപ്പോൾ നാലാമത്തെ സൂപ്പി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും കേരളത്തിലെ മലപ്പുറത്തെ എൻട്രൻസ് പരീക്ഷാ ഫലം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് VS ആവശ്യപ്പെട്ടു. അതും ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. അത് ചോദ്യവും ഉത്തരം കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ പറയുന്ന അർത്ഥം ഉണ്ടാവുക. അതെ, VS അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അതെ, VS കോപ്പി അടിച്ചു എന്നാണ് പറഞ്ഞത് എന്നിപ്പുറത്ത് പ്രചരിപ്പിച്ചു. ഇതാണ് സംഭവിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്കണക്റ്റൂടെ അതിനൊരു കാരണമായിട്ടുണ്ടാവും. വെച്ചാൽ ഭൂരിഭാഗം സമയവും എന്താ പറയുക, ആലപ്പുഴ മുതൽ അങ്ങോട്ടുള്ള ജില്ലകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും അവിടുത്തെ ഒരു സാമൂഹ്യ സാഹചര്യങ്ങൾ കുറെ കൂടെ സൂക്ഷ്മമായി മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പുറത്ത് മലബാറിലെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് അത്രത്തോളം അദ്ദേഹം ഒരുപക്ഷെ പിൽക്കാലത്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അതുകൊണ്ട് ആ ഒരു ഡിസ്കണക്ഷൻ VSന് ഒരുപക്ഷെ 2001 വരെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. VS മലമ്പുഴയിലേക്ക് വരുന്ന കാലം വരെ ഫിസിക്കലി VS ഈ ഏരിയയിലല്ല. മറ്റ് ഇപ്പോൾ EMS ഒക്കെ തെക്കൊക്കെ പോയി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. VS വടക്ക് വന്ന് അധികകാലം അദ്ദേഹത്തിൻ്റെ യുവത്വത്തിൽ അധികകാലം പ്രവർത്തിച്ചിട്ടില്ല. VSന്റെ കേന്ദ്രം മുഴുവൻ തെക്കൻ കേരളത്തിൽ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ പൊതുവായി മലബാറിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും മലബാറിലെ മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരു അജ്ഞത എന്നല്ല അതിന് പറയേണ്ട. ആ ഒരു ഡിസ്കണക്ഷൻ VSന് കുറെ കാലം കുറെ കൂടെ ആഴത്തിലുള്ള അറിവ് ഉണ്ടാകേണ്ട ആളായിരുന്നു അദ്ദേഹം ഈ മലബാറിലെ മുസ്ലിം രാഷ്ട്രീയ. VSന്റെ ഫോക്കസ് മറ്റൊന്നായിരുന്നു. പക്ഷെ ഞാൻ മറിച്ചൊന്ന് പറയട്ടെ. അതായത് 2001 ശേഷം 2005 VSന്റെ മലപ്പുറത്തെ പ്രസംഗം തൊട്ടടുത്തിരുന്നാണ് ഞാൻ കേട്ടത്. മുന്നിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് സൈഡിൽ നിന്ന്, ആ വേദിയുടെ സൈഡിൽ നിന്നാണ് മലപ്പുറം സമ്മേളനത്തിൻ്റെ VSന്റെ അതായത് അവിടെ പരാജയപ്പെട്ട് വന്ന് ഇവിടെ ഒരു മണിക്കൂർ നേരം VS അതിഗംഭീരമായി പ്രസംഗിക്കുക. അതിലൊരു 20-25 മിനിറ്റ് നേരം VS മലബാറിൻ്റെ രാഷ്ട്രീയ ചരിത്രമാണ് പറയുന്നത്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച്, ആലി മുസ്ലിയാരെക്കുറിച്ച്, 1921 മലബാർ സമരത്തെക്കുറിച്ച്, ഇങ്ങനെ VS വളരെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്കണക്ഷൻ അന്ന് VSന് അല്ല. അപ്പോഴേക്കും VS അത് പരിഹരിച്ചിട്ടുണ്ട്. 2006 VS സർക്കാരിൻ്റെ കാലം വരുമ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന അതിനുള്ളൊരു വിയോജിപ്പാണ് ഞാനീ പറയുന്നത്. 2006 VS സർക്കാരിൻ്റെ കാലത്താണ് സച്ചാർ സമിതിയുടെ റിപ്പോർട്ടിനെ മുൻനിർത്തി പാലൊളി മുഹമ്മദ് കുട്ടി കമ്മിറ്റി കേരളത്തിൽ സംസ്ഥാനത്തിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ എടുക്കുകയും ചെയ്തത്. ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഒരു സർക്കാരുകൾ അത് ചെയ്തോ? അപ്പം VS മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറയുന്നത് ചരിത്ര നിഷേധവും നന്ദിയില്ലായ്മയുമാണ് എന്നാണ് എൻ്റെ തോന്നൽ. റൈറ്റ്. നമ്മൾ ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വ്യക്തിപരമായി VSുമായിട്ടുള്ള ഇടപഴകൽ, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നേരത്തെ ഐസ്ക്രീം പാർലർ കേസുമായി റിലേറ്റ് ചെയ്തൊരു കാര്യം പറഞ്ഞു. മൂന്നാർ ദൗത്യ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ബഷീറും VSുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ മറ്റു പല ഘട്ടങ്ങളിലും അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാമോ? വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഏത് വിധത്തിലായിരുന്നു? നേരത്തെ കണ്ട അപ്പം ശരി എന്ന് പറഞ്ഞ് രണ്ട് കൈയും ഇങ്ങനെ ചേരാതെ നമസ്കാരം പറഞ്ഞു പോകുന്ന VSനെ കഴിഞ്ഞിട്ട് ഒരു ബന്ധം എങ്ങനെയായിരുന്നു? വ്യക്തിഗതമായ ബന്ധം വലിയ തോതിൽ ഞാനും VS തമ്മിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു 4 തവണയോ മറ്റ് 3-4 തവണയാണ് VS ഫോണിൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളത്. അത് രസകരമായ ന്യൂസ് മൊമെൻറ്റ്സ് ആയിരുന്നു. അതെല്ലാം വാർത്തയുടെ പ്രത്യേക സന്ദർഭങ്ങളിൽ. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പന്തല്ലൂർ ഭൂമിയുമായി ബന്ധപ്പെട്ട് മലയാള മനോരമയുടെ VSൻ്റെ ഓഫീസിലാണ് ഇത് മണികണ്ഠൻ എന്നാണ് പന്തല്ലൂർ സമരസമിതിയുടെ സെക്രട്ടറിയുടെ പേര്. അദ്ദേഹം ഇത് VSൻ്റെ ഓഫീസിലെത്തിക്കുന്നു. VSൻ്റെ ഓഫീസിൽ നിന്ന് അതെൻ്റെ അടുത്തേക്ക് VS പറഞ്ഞു വിടുന്നു. ഇങ്ങനെ ഒരാളൊക്കെ പോയി കണ്ടാൽ മതി, വാർത്ത കൊടുക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞു. അവരെ കൊണ്ടുവരുന്നു. നമ്മൾ ഡോക്യുമെൻ്റ് മുഴുവൻ പരിശോധിക്കുന്നു. ഇപ്പോൾ മാതൃഭൂമിയിലുള്ള അനന്തകൃഷ്ണനാണ് അത് ചെയ്യാമെന്ന് ഫീൽഡിൽ അത് ചെയ്യുന്നത്. 2-3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം മലയാള മനോരമ പോലെയുള്ള വലിയൊരു മാധ്യമ സ്ഥാപനത്തിനെതിരെ എങ്ങനെ ഒരു വാർത്ത കൊടുക്കണം, അതും ഇത്രയും ഒരു ഗ്രാവിറ്റിയുള്ളൊരു വാർത്ത കൊടുക്കുമ്പോൾ മാനേജ്മെൻറ്റ് പ്രശ്നങ്ങളുണ്ട്, അല്ലാതെ എഡിറ്റോറിയലി ഇത് വെറ്റ് ചെയ്യണം, ഇങ്ങനെ താമസിച്ചു പോകാൻ നിയമപരമായ പ്രശ്നങ്ങളുണ്ട്.
അപ്പോൾ 3 മാസം കഴിഞ്ഞു ഇത് വാർത്ത വരാതായപ്പം മണികണ്ഠൻ എന്നെ വിളിച്ചിട്ട് ഇത് ചോദിച്ചു. പിന്നെ നിങ്ങളെയും അവർ പർച്ചേസ് ചെയ്തു അല്ലേ എന്ന അർത്ഥത്തിൽ. യഥാർത്ഥത്തിൽ മണികണ്ഠൻ ഇങ്ങോട്ട് വിടുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരാൾ വരും എന്ന് പറഞ്ഞ് VS എന്നെ വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, ഇത് കണക്ട് ചെയ്യാൻ. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ, നമ്മൾ ഒരു എക്സൈറ്റഡ് ആയി പോകുന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ VS അദ്ദേഹത്തിൻ്റെ സമരമായി ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ സബ്ജക്റ്റിൽ ഇന്നയാളെ പോയി കണ്ട വാർത്ത കൊടുക്കാൻ പറഞ്ഞാൽ അയാൾ കൊടുക്കും എന്ന് പറയുന്ന വിധത്തിലുള്ള എന്തോ ഒരു കോൺഫിഡൻസ് എൻ്റെ കാര്യത്തിൽ ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ VS പുലർത്തിയിരുന്നു എന്നെനിക്ക് അക്കാലത്ത് തോന്നിയിട്ടുണ്ട്. പിന്നീട് വാർത്തയാവുകയും ആ ഭൂമി 400 ഏക്കർ ഭൂമി മനോരമയ്ക്ക് നഷ്ടപ്പെടുകയും അത് മാറിപ്പോവുകയൊക്കെ ചെയ്തു. അതോടൊപ്പം VS വിളിച്ച മറ്റൊരു ന്യൂസിൻ്റെ ഏറ്റവും ഒരു ബ്രിം പോയിന്റിലാണത്. 2011 VSന് സ്ഥാനാർത്ഥി, 2011 ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. VSന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതെയാണ് ആദ്യ ലിസ്റ്റ് വന്നത്. സമരമുണ്ടായി, എല്ലാ ജില്ലകളിലും പ്രക്ഷോഭം ഉണ്ടായി, ഒടുവിൽ സ്ഥാനാർത്ഥി ആവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് VS സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോയത്. പക്ഷേ ഈ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച സംസ്ഥാന സമിതിയിൽ ഒരു രംഗമുണ്ടാവുകയാണ്. ഈ കേന്ദ്ര ഇതിൽ റിപ്പോർട്ട് ചെയ്ത, അതായത് കേന്ദ്ര സമിതിയിൽ പങ്കെടുത്ത കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് VS മത്സരിക്കേണ്ടതില്ല, VS മത്സരിക്കുന്നത് നല്ലതാവില്ല എന്നതാണ്. പിന്നെ അനാരോഗ്യം മൂലം VS മത്സരിക്കേണ്ടതില്ല, പ്രായാധിക്യം മൂലം VS മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുകയാണ്. അപ്പോൾ VS തിരിച്ചു ചോദിക്കുന്നു, എനിക്ക് പ്രായം കൂടിയെങ്കിൽ, പ്രായാധിക്യം കൊണ്ട് ഞാൻ മത്സരിക്കേണ്ടതില്ലെങ്കിൽ പിന്നെ ഞാൻ പ്രചാരണത്തിനും വരേണ്ടതില്ലല്ലോ എന്ന് VS തിരിച്ചു ചോദിക്കുന്നു. VS മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്ത് പിരിയുന്നു. സംസ്ഥാന സമിതിയിൽ ഈ കാര്യങ്ങൾ വരുന്നു, അങ്ങനെയാണ് തീരുമാനം പോകുന്നു. സംസ്ഥാന സമിതി കഴിയുന്നതിന് തൊട്ട് മുമ്പ് ഇപ്പോൾ 24 ന്യൂസിലുള്ള R. ശ്രീജിത്ത് അന്ന് ഇന്ത്യ വിഷനിലുണ്ട്. R. ശ്രീജിത്തിനടുത്തേക്ക് സംസ്ഥാന സമിതി അംഗമായ ഒരാൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യണം, ഇന്ത്യ വിഷനിൽ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നു. VS സ്വയം പിന്മാറി, VS മത്സരിക്കാനില്ല. ഈ വാർത്ത അങ്ങ് പ്ലാൻ ചെയ്യപ്പെടുക, VS സ്വയം പിന്മാറി, പിന്നെ അവിടെ പ്രക്ഷോഭത്തിന് യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ ശ്രീജിത്ത് ഈ വാർത്ത കൊടുക്കുന്നു, ഇന്ത്യ വിഷനിൽ ഇത് ബ്രേക്കായിട്ട് വരുന്നു, മറ്റു മാധ്യമങ്ങളിലെല്ലാം VS പിന്മാറി, VS മത്സരത്തിനില്ല എന്ന് പറഞ്ഞ് വാർത്ത വരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ VS സുരേഷിൻ്റെ നമ്പറിൽ നിന്ന്, നമ്മളുടെ VSൻ്റെ സഹായിയായ സുരേഷൻ എന്നെ വിളിക്കുന്നു. സുരേഷ് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഇല്ല, VS അങ്ങനെയല്ല പറഞ്ഞത്, VS പിന്മാറി, സ്വയം പിന്മാറി എന്ന് പറഞ്ഞ് ആരോഗ്യം ഇല്ല എന്ന് പറഞ്ഞ് പിന്മാറിയത് ശരിയല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സംസ്ഥാന സമിതി അംഗമായ ഒരാൾ തന്നെയാണ് ശ്രീജിത്തിന് ഈ വിവരം കൊടുത്തത് എന്നാണ് ശ്രീജിത്ത് പറയുന്നത്. ശ്രീജിത്താണെങ്കിൽ CPMൻ്റെ കാര്യത്തിൽ ക്രെഡിബിളായ റിപ്പോർട്ടറാണ്, സംസ്ഥാന സമിതി അംഗമാണ്, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരൻ തന്നെയായ സംസ്ഥാന സമിതി അംഗമാണ് ഈ വിവരം കൊടുത്തത്, അതുകൊണ്ട് തെറ്റാൻ സാധ്യതയില്ല, അത് തന്നെയാണ് സംസ്ഥാന സമിതിയിൽ നിന്ന് നേരിട്ടുള്ള വിവരമാണ്. സുരേഷ് നേരെ ഞാൻ VSന് കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോൺ VSന് കൊടുക്കുന്നു. അപ്പം ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് AKG സെൻറ്ററിൽ നിന്നുള്ള മുഖ്യമന്ത്രിയുടെ കോൺവോയ് ക്ലിഫ് ഹൗസിലേക്ക് പോകുന്നതിനിടയിൽ വണ്ടി സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ടാണ് VS എന്നോട് അന്ന് ഫോണിൽ സംസാരിച്ചത്. VS പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് എന്നോട് ഇത് വിവരിച്ചു തന്നു. ഞാൻ പറഞ്ഞത്, അവർക്ക് പ്രായം കൂടിയതുകൊണ്ട് അനാരോഗ്യം പറഞ്ഞ് ഞാൻ മാറി നിൽക്കണം എന്നാണ് അവരുടെ തീരുമാനം. അതിനെ ഞാൻ അംഗീകരിച്ചില്ല. അനാരോഗ്യമുണ്ടെങ്കിൽ, പ്രായം കൂടിയെങ്കിൽ ഞാൻ പ്രചാരണത്തിന് വരേണ്ടതില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഈ വാർത്ത കൊടുക്കാൻ തിരിച്ച് ശ്രീജിത്തിനോട് പറഞ്ഞു. ശ്രീജിത്ത് പറഞ്ഞത് നടക്കില്ല, കാരണം എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, നീ ഒന്ന് VSനോട് സംസാരിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. നേരെ VSനെ ശ്രീജിത്ത് വിളിക്കുന്നു, ഈ വാർത്ത ഇങ്ങനെ തിരിച്ചു കൺഫേം ചെയ്യുന്നു, കൊടുക്കുന്നു. ഇങ്ങനെയാണ് രണ്ടാമത്തെ തവണ. പിന്നെ ഒരു തവണ വ്യക്തിപരമായൊരു കാര്യത്തിന്, അതും വ്യക്തിപരമല്ല, വാർത്തയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അതും ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ടാണ്. മലപ്പുറത്ത് നിന്ന് ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ അനന്തകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്നൊരു ഘട്ടം വന്നപ്പോൾ ഞാൻ VSൻ്റെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞപ്പം VS കുറച്ച് കഴിയുമ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു. എന്താണ് ചോദിച്ചു, ഈ കാര്യം പറഞ്ഞു. ഇങ്ങനെ പോലീസ്, അന്ന് കോടിയേരിയാണ് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവിടെ നമ്മളുടെ റിപ്പോർട്ടറെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് നിൽക്കുവാണ്. VS പോലീസിനെ വിളിച്ചില്ല, VS മലപ്പുറം ജില്ലാ കളക്ടറെ വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു. പോലീസ് മേധാവിയോട് ജില്ലാ കളക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, CMൻ്റെ ഓഫീസിൽ നിന്ന് ഇതുണ്ട്, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു 4 തവണ, 3-4 തവണ VSനോട് സംസാരിച്ചു വെച്ചാൽ, ഞാൻ വ്യക്തിപരമായി
ഈ നിന്നെ പോലുള്ള സുഹൃത്തുക്കൾ ആരോപിക്കുന്ന പോലെ ഞാൻ VS-ന്റെ സിൻഡിക്കേറ്റ് അംഗമല്ല. പൊതുവിൽ നീ സിൻഡിക്കേറ്റ് ഈ ബന്ധമേ ഉള്ളൂ. വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നീ VS-നെ നിരന്തരം ഫോളോ ചെയ്യുകയാണെങ്കിൽ VS ഇങ്ങനെ ഒന്നുകിൽ താഴേക്ക് അല്ലെങ്കിൽ മേലേക്കാണ് നോക്കുക. നമ്മൾ അഭിമുഖത്തിന് ചെന്നാൽ VS-ന് നിന്നോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നും ഇല്ലെങ്കിൽ, VS-നെ നീ സഹായിക്കുന്ന ഒരാളല്ല, VS-നെ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന ഒരാളാണ് എന്ന് തോന്നിയാൽ ഇങ്ങനെ നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ താഴേക്ക് നോക്കും. VS നേരെ നോക്കുന്നുണ്ടെങ്കിൽ, കണ്ണിൽ നോക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒന്ന് കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഇയാളോട് പറയാനുണ്ട് എന്ന ഘട്ടത്തിൽ മാത്രമേ VS നമ്മളോട് കണ്ണിൽ നോക്കി സംസാരിക്കൂ. അല്ലാത്ത സമയത്ത് മുഴുവൻ VS ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് മേലോട്ട് താഴേക്ക് നോക്കും. ഇങ്ങനെ ഇതൊക്കെയാണ് VS-ന്റെ ഒരു മീഡിയയുമായി എനിക്കുള്ള അനുഭവം മുഴുവൻ ക്യാമറ തൊട്ടടുത്ത് വെച്ചുള്ള VS-നെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ വ്യക്തിപരമായ ബന്ധങ്ങൾ ഇല്ല യഥാർത്ഥത്തിൽ. എനിക്കും ആ അനുഭവം തന്നെ ഉള്ളൂ. വ്യക്തിപരമായ അനുഭവം VS-ഉമായിട്ടില്ല. പക്ഷേ റിപ്പോർട്ടിങ്ങിനിടെ ഒരുപാട് തവണ VS-ഉമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളയിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അദ്ദേഹം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പല ഘട്ടങ്ങളിലും കവറേജിന് പോയിട്ടുണ്ട്. പക്ഷെ ഓരോ തവണയും അദ്ദേഹം ഇങ്ങനെ മീഡിയയെ അകറ്റി നിർത്തുന്ന ഒരാളായിട്ടാണ് അക്കാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അന്ന് സതീശൻ പാച്ചേനെയാണ് എതിരെ മത്സരിക്കുന്നത്. സതീശൻ പാച്ചേനയുടെ വാഹനത്തിന് നേർക്ക് ഒരു ദിവസം രാത്രി എവിടുന്നോ ഒരു കല്ലെറുണ്ടാവുന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ ഈ വാർത്ത നമ്മൾ കൈരളിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ, അന്ന് ഈ ഫുൾ ടൈം വാർത്തയൊന്നുമില്ലല്ലോ, 7:45 മറ്റോ ആണെന്ന് വാർത്തയുള്ളത്. 7:45 വാർത്തയിൽ ഇത് പോകുന്നു. റീഡർ വായിക്കുന്നു, ഒരു 4 വരിയോ മറ്റോ ഉള്ളൂ, ആ വാർത്ത പോകുന്നു. അതിനുശേഷമാണ് 8:15 മറ്റോ ഞാൻ VS-നെ കാണാൻ പോകുന്നത്. അന്ന് തന്നെ കണ്ട വഴി അദ്ദേഹത്തിൻ്റെ ചോദ്യം, താൻ ആർക്ക് വേണ്ടിയാണിടോ വാർത്ത കൊടുക്കുന്നത് എന്നായിരുന്നു. അപ്പോൾ എനിക്കിത് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ ഞാനിത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പാച്ചേനിയുടെ വാഹനത്തിന് നേർക്ക് കല്ലെറിഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനെയാണ് വാർത്തയാകുന്നത് സഖാവേ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പണി വാർത്ത കൊടുക്കുക എന്നുള്ളതാണ്. പോലീസ് കേസെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വാർത്ത കൊടുത്തു. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അന്നൊന്നും സംസാരിക്കാതെ എണീറ്റ് പോയ അനുഭവമാണ് എനിക്കുള്ളത്. അപ്പോൾ വളരെ കൗതുകകരമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വ്യക്തിപരമായി നമ്മൾ നോക്കുമ്പോൾ ഇത്രയധികം ഡിറ്റാച്ച്ഡായും ഇത്രയധികം അകന്നു നിൽക്കുകയും ചെയ്യുന്നൊരു മനുഷ്യൻ കേരളീയ സമൂഹത്തിൻ്റെ മുഴുവൻ എന്താ പറയുക ആരാധനാപാത്രമാവുകയോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ ഒരു എന്താ പറയുക രൂപമായി മാറുകയോ ഒക്കെ ചെയ്യുന്ന കാഴ്ച ഇങ്ങനെ കാണുക. അത് ആ കാലത്ത് പ്രത്യേകിച്ചും എനിക്ക് രസകരമായ രണ്ട് അനുഭവം ഞാൻ പറയും. ഒന്ന്, കോട്ടക്കലിനടുത്ത് ഞാൻ ബസ്സിലാണ് വരുന്നത്. അപ്പോൾ ഒരു കാറുകാരൻ ഒരു ഓട്ടോറിക്ഷയെ തട്ടി ഉണ്ട്. ആ ഓട്ടോറിക്ഷക്കാരൻ ഇവനെ ചേസ് ചെയ്ത് പിടിച്ച് തടഞ്ഞു നിർത്തിയിരിക്കുക. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ പറയാണ്, പഴയ കാലമല്ല, VS-ആണ് മുഖ്യമന്ത്രി എന്ന് ഓർക്കണം. ഇതൊരു സാധാരണ മനുഷ്യൻ്റെ ഒരു തോന്നലാണ്. മനസ്സിലായില്ലേ? ഞങ്ങളുടെ ആരോ ഒന്ന് അവിടെ ഉണ്ട് എന്നൊരു തോന്നലാണ്. രാഷ്ട്രീയത്തിൽ അത് പ്രധാനപ്പെട്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തുമാത്രം അത് ഫലപ്രദമാകുന്നു, ജീവിതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു എന്നതല്ല. ഡിഗ്നിറ്റി, സാധാരണ മനുഷ്യന്മാർക്ക് ഡിഗ്നിഫൈഡ് ആയിട്ട് അവരുടെ ഡിഗ്നിറ്റി ഫീൽ ചെയ്യുക, അങ്ങനെയുള്ളൊരു ഭരണാധികാരി അവിടെ ഉണ്ട് എന്ന് തോന്നുക, ഈ ഭരണാധികാരിയും ഞങ്ങളും തമ്മിലൊരു കണക്ഷനുണ്ട് എന്ന് തോന്നുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് എൻ്റെ തോന്നൽ, മറ്റൊന്നും ചെയ്തില്ലെങ്കിലും. റൈറ്റ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ട് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് VS ചില കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് വലിയ വാർത്തയാവുകയും വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്യുന്നത്. ഏറ്റവും വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിക്ഷേപമായി വരുന്ന തുകയിൽ എത്ര ശതമാനം കേരളത്തിലെ ബാങ്കുകൾ കേരളത്തിൽ വായ്പയായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു വിഷയം വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു വിഷയമാണ്. സാധാരണഗതിയിൽ മനുഷ്യന് മനസ്സിലാകാൻ തന്നെ പ്രയാസമുള്ളൊരു വിഷയമാണ്. ഈ വിഷയം പോലും VS അച്യുതാനന്ദൻ ഏറ്റെടുത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലെ ചർച്ചാ വിഷയമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു സുപ്രധാനമായ കാര്യമാണ് എന്ന് അന്ന് VS-ന് തോന്നിയിരുന്നു. അത് ഇന്നും ഒരു പ്രധാനപ്പെട്ട വിഷയമായി കേരളത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുകയും അത് ജനങ്ങളുടെ വിഷയമായി കൊണ്ടുവരികയും ചെയ്യുന്നതിൽ അതീവ മിടുക്ക് കാണിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തനം. ആ മിടുക്ക് അദ്ദേഹത്തിന് കൈവരുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ചെറുപ്പകാലം മുതൽ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെടുകയും മനുഷ്യരുമായിട്ട് ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാവുക. ആ കണക്ഷനാണ് ഒരു പക്ഷേ VS അച്യുതാനന്ദനെ ഇപ്പോഴും ജനങ്ങളുടെ നേതാവാക്കി നിലനിർത്തുന്നത്, ഇനിയും നിലനിർത്താൻ പോകുന്നത്. ആ കണക്ഷനാണ് ഒരു പക്ഷേ അതിനേക്കാൾ ഭംഗിയായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും അതിനേക്കാൾ ഗംഭീരമായ
ജനബന്ധം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്ത നേതാക്കൾക്കൊക്കെ അദ്ദേഹത്തോളം വലിപ്പം ഇല്ലാതിരിക്കാൻ കാരണം എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ പോലും അദ്ദേഹത്തേക്കാൾ എന്തുകൊണ്ടും ഗംഭീരനായ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഒരുപക്ഷെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല, എനിക്കക്കാര്യത്തിലൊരു സംശയമില്ല. പക്ഷേ ഈ കണക്ഷൻ ഒരു പക്ഷേ പിണറായി വിജയൻ ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കോവിഡും പ്രളയവും ഉണ്ടായ സമയത്ത് ഈ കണക്ഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ കണക്ഷൻ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇപ്പോഴും VS അച്യുതാനന്ദൻ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ അദ്ദേഹത്തെ കാണാനെത്തുന്ന ജനക്കൂട്ടം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്ന VSനെ ഒന്ന് ഓർക്കുക മാത്രമാണ് ശ്രമിച്ചത്. അതിൽ കുറേയൊക്കെ വ്യക്തിപരമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനുഷ്യന്മാരെ ഓർക്കുക. ആ വ്യക്തിപരമായ അനുഭവങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യപ്പെട്ടതും. ഈ എപ്പിസോഡിലൂടെ പൂർത്തിയാകുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.